ആഗോള അയ്യപ്പ സംഗമം, ആ പേരിലൊരു ആഗോളം ഉള്ളത് കൊണ്ടാണോ എം വി ഗോവിന്ദൻ മാഷി ലോക പ്രശസ്ത വിജയം എന്ന് പറഞ്ഞത്? ലോക പ്രശസ്ത വിജയമാണോ? അദ്ദേഹം അസ്വസ്ഥനായി അവസാനം പറഞ്ഞ വാചകമാണത്. ഇത് ലോക പ്രശസ്ത വിജയമാണ്, മതിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് എത്രത്തോളം ആൾക്കൂട്ടം അതിലുണ്ടായിരുന്നു, ഒഴിഞ്ഞ കസേരകൾ തുടങ്ങിയ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹം അസ്വസ്ഥനായത്. ഈ ഒഴിഞ്ഞ കസേരകൾ കൊണ്ട് നിങ്ങൾക്കുണ്ടാക്കാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങളുടെ കള്ളത്തരവും നുണയും, മാധ്യമങ്ങളുടെ കള്ളപ്രചാരണം എന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾ പറയുന്നതിനോട് വിയോജിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ കള്ളപ്രചരണവും നുണയും നമ്മൾ തത്സമയം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മളെന്നല്ല, എല്ലാ മാധ്യമങ്ങളും തത്സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി മുഴുവൻ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം 1.5 മണിക്കൂർ വരുന്ന 48 മിനിറ്റ് വരുന്ന ആ പ്രസംഗം അങ്ങനെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പുറത്തെ കസേരകളും ആൾക്കൂട്ടവും ഒക്കെ കാണുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, പിന്നീട് കാണുന്നത് ഒഴിഞ്ഞ കസേരകളാണ്. ഒഴിഞ്ഞ കസേരകൾ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ ആ ഒഴിഞ്ഞ കസേരകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുന്നിലിരിക്കുന്നവർക്ക് പിന്നിലേക്ക് കാഴ്ചയില്ലാത്തതുപോലെ ഇത് നമുക്കറിയാലോ, മറ്റേ നവകേരള യാത്രയിൽ മുഖ്യമന്ത്രി യാത്ര പുറപ്പെട്ടപ്പോൾ അപ്പുറത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്ന അദ്ദേഹം കാണുന്നില്ലായിരുന്നു. ഞാൻ നേരെയാണ് നോക്കിയിരുന്നത്, അദ്ദേഹം കാണുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഇത് പാർട്ടിയിലെ ഒരു നേതാക്കൾക്കും അത് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ മുൻനിരയിലേക്ക് നോക്കിയിരിക്കുന്നു, അവിടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു, നേതാക്കൾ പ്രസംഗിക്കുന്നു, അപ്പോൾ പുറകിലേക്ക് കാണുന്നില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അറിയില്ല. അപ്പോൾ വലിയ ജനക്കൂട്ടത്തിൻ്റെതായ വേറെ ചില ഫോട്ടോകൾ കാണിച്ച് ഇതാണ് യഥാർത്ഥ ഫോട്ടോ എന്ന് പറയുന്നുണ്ട്. VN വാസവൻ പറയുന്നു, മുഖ്യമന്ത്രി പ്രസംഗിച്ച ശേഷം സെഷനിലേക്ക് ആളുകൾ പോയപ്പോൾ വന്ന ഒഴിവാണെന്ന്. അങ്ങനെയല്ല, നമ്മുടെ ദൃശ്യങ്ങൾ തന്നെയുണ്ട്. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ തന്നെ പുറകിൽ ഒഴിഞ്ഞിരിക്കുന്ന കസേര, ഒഴിഞ്ഞിരിക്കുന്നല്ല, ഭയങ്കര വിടവാണ്. കുറച്ച് പേർ മുന്നിലിരിക്കുന്നു, പിന്നെ ഒരുപാട് വിടവ്, അത് കഴിഞ്ഞ് കുറച്ച് പേർ അപ്പുറത്തും തന്നെ തെറിച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ CPM വിചാരിച്ചാൽ 5000 പേരെ എത്തിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് ഈ ക്ഷണിക്കപ്പെട്ട സദസ്സ് എന്ന രൂപത്തിൽ വരുമ്പോൾ അങ്ങനെ ക്ഷണിക്കപ്പെട്ടവർ വന്നിട്ടുണ്ടോ, രജിസ്റ്റർ ചെയ്തവർ വന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്തവർ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 4100 ആ ഒരു കണക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ കണക്ക് എത്രത്തോളം? 4126 എന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്നതിൽ 1819 പേർ, 13 സ്റ്റേറ്റുകളിൽ നിന്നായി 2125 പേർ, അന്താരാഷ്ട്ര പ്രതിനിധികളായി 182 പേർ എന്നൊക്കെ കണക്കാണ് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത കണക്കായിരിക്കാം അത് എന്ന് പറയുന്നു. പക്ഷേ വന്നവർ എത്രത്തോളമുണ്ട്, അതിനുശേഷമുള്ളൊരു കണക്കായിട്ട് അത് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിലൊരു തെളിവ് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. സർക്കാർ ശരി, രജിസ്റ്റർ ശരി, അത് നോക്കാം. ആ രജിസ്റ്ററിൽ അതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതായത് ഇരുമുടിക്കെട്ടുമായി വരുന്നവരുടെ പേരുകൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടാണ് ഈ എണ്ണം ഉണ്ടാക്കിയിട്ട്. നമുക്കറിയില്ല, പക്ഷേ അതിലൊരു പരിഹാസം അവിടെ നിൽക്കുമ്പോഴും ഈ കസേര ഒഴിഞ്ഞതും ഒന്നുമല്ല യഥാർത്ഥ വിഷയം. യഥാർത്ഥ വിഷയം എന്തിനായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം? നാളെ ഇപ്പോൾ ഇതാ ബദൽ സംഗമം നടത്താൻ പോകുന്നു. നാളെ ഒരു വെല്ലുവിളി പ്രസംഗം. വത്സൻ തില്ലങ്കേരിയെ പോലെ നമുക്കറിയാം, ഈ 2018 വീണ്ടും ഒന്ന് പുനരാവിഷ്കരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2018 ഓർമ്മിപ്പിച്ചുകൊണ്ട് 2018 ഉണ്ടായിരുന്ന സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരങ്ങൾ, ആ സമരത്തിൽ വെല്ലുവിളിച്ച് നടത്തിയ വർഗീയ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്. നാമജപ ഘോഷയാത്ര ഒരു വശത്ത് കണ്ടതാണ്. കോൺഗ്രസ് ഒരു വശത്ത് കുറച്ച് പ്രതികരിച്ച് മിണ്ടാതെ പോയത് നമ്മൾ കണ്ടതാണ്. അവസാനം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് കോൺഗ്രസിന് ഗുണം ചെയ്ത് കണ്ടതാണ്. BJP സുവർണാവസരം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴും ആ സുവർണാവസരം അവർക്ക് ഗുണം ചെയ്യാതിരുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് പിന്നീടും BJP പലതരത്തിലും മുന്നേറിയിട്ടുണ്ട്. അത് ഒരു അടിത്തറ ഇടുകയായിരുന്നു. ആ അടിത്തറയിൽ നിന്ന് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എവിടെ നിന്നാണ് ആ വോട്ട് പോയത്? CPM കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ അന്നെടുത്ത നിലപാടുകളിൽ നിന്ന് ഞങ്ങൾ പിന്നാക്കം പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു, ഞങ്ങളിപ്പോൾ ഇതാ ആചാര സംരക്ഷകരായി വന്നിരിക്കുന്നു, ഞങ്ങൾ നവോത്ഥാനം ഞങ്ങളിപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് മാറിയ കാലത്ത്, നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറയുന്നതാണ്, മാറിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റം. മാറിയ കാലത്തിനുള്ള മാറ്റം എന്ന് പറയുമ്പോൾ പിന്നാക്കം നടക്കലാണോ? വെള്ളാപ്പള്ളിയും ഒന്നിച്ച മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വന്നിറങ്ങിയതിനെക്കുറിച്ച് ഇതുവരെ ഒരു പ്രതികരണം നമ്മൾ കണ്ടില്ലല്ലോ. അതിനുശേഷം വെള്ളാപ്പള്ളി പറയുകയാണ് പിണറായി ഭക്തനാണ് എന്ന്. അദ്ദേഹം പിണറായി ഭക്തനാണ് എന്നാണോ ഉദ്ദേശിച്ചത്, അതോ പിണറായി ഭക്തനാണ് എന്നാണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ഇനി പിണറായി ഭക്തനാണ് എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ വെള്ളാപ്പള്ളി അങ്ങ് പറയട്ടേന്നേ, പറയുമ്പോൾ ആ വഴിക്ക് വരുന്നതും കൂടെ അങ്ങോട്ട് പോരട്ടേന്നേ, ഞാനിപ്പോൾ കണ്ടില്ല എന്ന് നടിക്കാം എന്നതാണോ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ വോട്ടാണല്ലോ ഉദ്ദേശിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ഒപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ SNDP വോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് CPM വരും എന്നതാണോ പാർട്ടി ധാരണ? വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവിനെ അംഗീകരിക്കുന്നവരാണോ ആ സമുദായങ്ങൾ മുഴുവൻ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് ഈ അയ്യപ്പ സംഗമത്തിലൊന്നും പ്രതികരിക്കാത്തവരാണ്. പക്ഷെ അവരിന്ന് പ്രതികരിച്ച് വെള്ളാപ്പള്ളിയുമൊത്ത് വന്നിരിക്കുന്നതിനെ അവർ പ്രതികരിക്കുന്നത്. കാരണം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ വർഗീയ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന എത്ര നടത്തിയാലും ഒരു പ്രശ്നവുമില്ലാത്ത ഒരു നേതാവായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഗുരുവായി മാറ്റിയിരിക്കുകയാണോ പിണറായി വിജയൻ? അദ്ദേഹത്തിൻ്റെ ഗുരുവാണോ ഇനി വെള്ളാപ്പള്ളി നടേശൻ? അറിയില്ല. അപ്പോൾ ആ രൂപത്തിൽ വരുന്നു. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ആ കാറിൽ വന്നതിനെക്കുറിച്ച് വെള്ളാപ്പള്ളിയോട് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയോട് ആരും ചോദിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ
കാർ കാണാത്ത ആളൊന്നുമല്ല, ഞാൻ കാറിൽ വരാൻ ആഗ്രഹിച്ചിട്ടുമില്ല, എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതായത് വെള്ളാപ്പള്ളി വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ അതൊരു കൃത്യമായ മെസ്സേജാണ്. ആ മെസ്സേജ് ഇപ്പോൾ ആരിലേക്കൊക്കെയാണ് എത്തുന്നത്? ജനങ്ങളിലേക്കാണ് എത്തുന്നത്. കാരണം നമ്മളിവിടെ നവോത്ഥാന പ്രസംഗങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആചാരങ്ങൾ ലംഘിച്ചല്ലാതെ നവോത്ഥാനം സാധ്യമല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. തന്ത്രിമാർ അന്ന് ഈ സ്ത്രീ പ്രവേശനത്തെ, യുവതീ പ്രവേശനത്തെ എതിർത്ത തന്ത്രിയുടെ നിലപാടിനെ എതിരെ പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ വീണ്ടും ഓടുന്നുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ആർക്കൈവ്സിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആത്യന്തികമായി ഗുണം ചെയ്തിരിക്കുന്നത്? ഒരു വികസന പരിപാടി സർക്കാരിന് നടത്താൻ, അതങ്ങ് നടത്തിയേ പോരേന്നേ. ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ ഇന്നും ഇന്നലെ തുടങ്ങിയ മാസ്റ്റർ പ്ലാനല്ലോ, അതങ്ങ് നടപ്പാക്കുക. ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ ഇതാണെന്ന് പറയുക, ഒരു തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുക, വോട്ട് കിട്ടും. പക്ഷേ ഇത് എല്ലാ സമുദായ നേതാക്കളെയും വിളിച്ചു വരുത്തി മറ്റൊരു രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ ആ വോട്ട് കൂടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ പരിപാടി നടത്തുമ്പോൾ അപ്പുറത്ത് ബദൽ പരിപാടി നടക്കാൻ പോവുകയാണ്. നാളത്തെ പരിപാടിയിലാണ് നമ്മൾക്ക് വത്സൻ തില്ലങ്കേരിയെ പോലുള്ളവർ എടുക്കാൻ പോകുന്ന നിലപാട് അറിയാൻ പോകുന്നത്, അവർ നടത്തുന്ന പ്രസംഗങ്ങൾ എന്താവുന്നത് അറിയാൻ പോകുന്നത്. അപ്പോൾ എന്തിലേക്കാണ് ഇവിടെ ഈ സർക്കാർ കാര്യങ്ങൾ നയിച്ചിരിക്കുന്നത്? ഇതുവഴി വോട്ട് ലഭിക്കുമോ എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു? അങ്ങനെയെങ്കിൽ അത് നമുക്ക് നോക്കാം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടാകുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളിൽ നിന്നും അവരുടെ വിചാര രീതികളിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ആചാര സംരക്ഷകരായി മാറിയിരിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നത്. ആചാര സംരക്ഷണമാണെങ്കിൽ അത് തുറന്നു പറയുക. ഞങ്ങൾ യുവതീ പ്രവേശനത്തിന് എന്ന ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറി എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യമില്ല. അതിപ്പോൾ പറയേണ്ടതല്ല, ഇപ്പോൾ ഞങ്ങളുടെ ആ ഭക്തർക്കൊപ്പം, മറ്റേത് പിന്നീട് പറയാം, ഇപ്പോൾ പറയേണ്ടതല്ല എന്നത് ഒരു തന്ത്രമാണ്. ആ തന്ത്രമൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ ഓരോ മനുഷ്യനും. Meet the editors.